ഹായ് ഹലോ ദിസ് ഇസ് മിസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിക്കൊന്നും വോളിയം ഇല്ലേ, എനിക്ക് ഞെരുക്കവില്ലേ, എൻ്റെ മുടി അത്രയും കൊഴിഞ്ഞു പോവാന്നേ, എൻ്റെ മുടി അത്രയും താരനാന്നേ എന്ന് കിടന്ന് നിലവിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സത്യാവസ്ഥ എന്തെന്നാൽ 99% ആൾക്കാർക്ക് നല്ല ഞെരുക്കമുള്ള മുടി വേണം. പക്ഷേ അതിൽ 1% ആൾക്കാർ പോലും മുടി കെയർ ചെയ്യാനോ അതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഉള്ള ഒരു എഫേർട്ട് എടുക്കാറില്ല. മുടി നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ മുടിക്ക് വോളിയം വയ്ക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മുടിയുടെ ഹെൽത്ത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് ഡാൻഡ്രഫ് അഥവാ താരൻ. താരനുള്ള മുടി ഒരിക്കലും വോളിയം വയ്ക്കാൻ പോണില്ല. ഈ താരൻ ഇരുന്നിരുന്ന് മുടി അത്രയും കൊഴിഞ്ഞു മൊട്ടയായി പോകണമെങ്കിലേ ഉള്ളൂ. താരൻ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ള കാര്യം മിക്കുള്ളവർക്ക് അറിയായിരിക്കും. അത് മുടി പ്രോപ്പറായിട്ടൊന്ന് കെയർ ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ഒരുപാട് വലിയ താരനൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിച്ചാലോ മാറുന്ന കാര്യമേ ഉള്ളൂ. മുടിക്ക് നല്ല ഞെരുക്കം വെക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ബേബി ഹെയർസ് മുളയ്ക്കണം. ഇനി ബേബി ഹെയർസ് മുളച്ച് വന്ന് അത് ഇങ്ങനെ ലെങ്തായിട്ട് വന്ന് താഴെ വരെ ഇങ്ങറ്റം വരെ എത്താനായിട്ട് അതിൻ്റേതായ ഒരു സമയം പിടിക്കും. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. മിനിമം ഒരു വർഷമെങ്കിലും വേണം. ഇപ്പോൾ ബേബി ഹെയർസ് വന്നിട്ട് അതൊരു നീളം വെച്ച് ഒരു ഇത്ര ലെവലെങ്കിലും എത്താനെങ്കിൽ ഒരു വർഷമെങ്കിലും വേണം. ആ ഒരു കാര്യം സ്വയമേ ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. മുടിക്ക് വോളിയം വെക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം. ഇനി മുടിക്ക് വോളിയം വെക്കാനായിട്ട് ബേബി ഹെയർസ് വന്നാൽ മാത്രം മതിയോ? പോരാ. ഈ തലേന്ന് മുടി ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ മുടി മുളച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് മുടി വളരും തോറും ഇവിടെ നിന്ന് മുടി കൊഴിഞ്ഞോണ്ട് അങ്ങ് പോവേയില്ലേ, പിന്നെ എങ്ങനെ മുടി വോളിയം വെക്കും? അപ്പോൾ ആദ്യം മുടി വോളിയം വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. ഒരു ദിവസം ഒരു 20 മുടി വരെ കൊഴിയുന്നത് തികച്ചും നോർമലായിട്ടുള്ള കാര്യമാണ്. അതിൽ കൂടുതലൊക്കെ കൊഴിയുന്നുണ്ടെങ്കിലേ ഒരു പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു മുടി കൊഴിഞ്ഞു, 2 മുടി കൊഴിഞ്ഞു, അതൊരു ഭയങ്കര ഭീകര മുടി കൊഴിച്ചിലാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ ഡാൻഡ്രഫ് ഉള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മുടി കൊഴിച്ചിൽ അതിൽ നിന്നും ഭീകരമായിരിക്കും. അബ്നോർമലായിട്ട് കുറേ മുടി കൊഴിയുകയും ചെയ്യും, പിന്നെ ഒരിക്കലും വോളിയം വെക്കത്തുമില്ല. അപ്പോൾ ഈ ഡാൻഡ്രഫ് സ്റ്റോപ്പ് ചെയ്ത് മുടി കൊഴിച്ചിലും വല്ല ജാതിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുടി വോളിയം വെക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഹെയർ പാക്ക് റെഗുലറായിട്ട് ഇട്ട് കൊടുക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഹെയർ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് മാത്രം പോരാ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുക. ഒരു ദിവസം നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പ്രോട്ടീൻ എത്രയാണോ അത് ഇൻടേക്ക് ചെയ്യുക. ഡയറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി അവരുടെ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഡയറ്റിലിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇൻടേക്ക് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡും കൂടെ ശ്രദ്ധിച്ചാലേ ഈ മുടിയും അതുപോലെ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. മുട്ടയും കഴിക്കുക. മുട്ടയുടെ വെള്ളയിലാണ് പ്രോട്ടീൻ ഉള്ളത് എന്ന് വെച്ചാൽ വെള്ളം മാത്രം കഴിച്ചിട്ട് മഞ്ഞ എടുത്ത് കളയരുത്. മഞ്ഞയും കഴിക്കണം. മഞ്ഞയിലാണ് ബയോട്ടിൻ ഉള്ളത്. ബയോട്ടിന് മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ മുട്ട കംപ്ലീറ്റ് ആയിട്ട് തന്നെ കഴിക്കുക. ഈ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് മുടി പുഷ്ടിപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഹെയറിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതാദ്യം ശരിയാക്കിയിട്ട് വേണം ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് പുതിയ മുടീനെ വളർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ മുടി വളരുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഫംഗൽ ഇൻഫെക്ഷനും കുറേ ചൊറിച്ചിലും പിഴിച്ചിലും എന്തെങ്കിലുമൊക്കെ കാണും. അതിൻ്റെ കൂട്ടത്തിലായിരിക്കും പുതിയ മുടിയും കൂടെ വന്നാൽ അത് നാശമായിട്ടുള്ള മുടിയായിരിക്കും. അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ മുടി വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അത്രയും നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷം പുതിയ മുടികൾ വളർത്തുക എന്നുള്ളതാണ്. അപ്പം മുടി വളരാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഞാൻ ഈ പറയുന്നൊരു പാക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഈ കിടന്ന് ഘോര പ്രസംഗിക്കണം എനിക്ക് ഡാൻഡ്രഫ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മുടിയിൽ ഡാൻഡ്രഫ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ജനിച്ച് ഇത്രയും നാളായിട്ടും എൻ്റെ മുടിയിൽ ഡാൻഡ്രഫേ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ പിരികത്ത് നിറയെ ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പിരികത്ത് താണ്ട് ഈ ഭാഗം, ഈ ഫ്രണ്ടിലോട്ടൊക്കെ നമുക്ക് കുറച്ച് മുടിയല്ലേ ഓൾറെഡി സാധാരണ ആൾക്കാർക്കും കാണുള്ളൂ. എനിക്ക് അവിടെയൊന്നും മുടിയേ ഇല്ലായിരുന്നു. പിന്നെ നിറയെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ത്രെഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ത്രെഡ് ചെയ്യുന്ന ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കും പിരികം അത്രയും ഗ്യാപ്പ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് പിരികം അത്രയും ഡാൻഡ്രഫ് ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഡാൻഡ്രഫ് എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എങ്ങനെയും പുരുക്കത്തിൽ നിന്ന് ഡാൻഡ്രഫൊക്കെ മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ജീവിച്ചത്. ഞാൻ അങ്ങനെ ഡെയിലി എന്ന് വെച്ചാൽ ഡെയിലി ഈ പാക്ക് പിരികത്തിട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ടും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി ഡാൻഡ്രഫ് മാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിരികവും പഴയ പോലെ നോർമലായി, ഒരു പ്രശ്നം വന്നില്ല. ഞാൻ പറയാം, അത് സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. എനിക്ക് ഇവിടെ പിരികത്ത് ഡാൻഡ്രഫ് വന്നപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു ഞാനിത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഇട്ട് കൊടുത്തത്. നിങ്ങൾക്കും ഡാൻഡ്രഫ് ഉണ്ട്, സ്റ്റാർട്ടിങ് ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലൊക്കെ ആണെങ്കിലേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഭയങ്കര
പുറ്റായിട്ട് നിറയെ താരം പിടിച്ച് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പോയി ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, എൻ്റെ തലയിൽ അത്രയും ഡാൻഡ്രഫാണ്, ഞാൻ സലൂണിൽ പോയിട്ട് ഏത് സാധനം ചെയ്താൽ അത് മാറും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, സലൂണിലൊന്നും ഈ ഡാൻഡ്രഫിനുള്ള സൊല്യൂഷനൊന്നും അവിടെ ഇല്ല. നമുക്ക് ഡാൻഡ്രഫിനുള്ള പല ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് കിട്ടും, പക്ഷേ അത് സലൂണിൽ ഉള്ളത് അത്ര എഫക്റ്റീവ് അല്ല. കാരണം നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യമല്ലേ സലൂണിലൊക്കെ പോയി വല്ലതൊക്കെ മുടിക്ക് കൊടുക്കുന്നുള്ളൂ. അത് താരൻ എന്ന് പറയുമ്പോൾ അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്, അതൊരു രോഗം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷന് 1 മാസത്തിൽ ഒരിക്കൽ മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് വർക്ക് ആവത്തില്ല. പകരം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അതിൽ നിന്നും സലൂണിൽ പോണതിനെക്കാട്ടിലും എഫക്റ്റീവ്. അതുകൊണ്ട് സലൂൺ നോക്കിയിരിക്കാതെ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സ്വന്തം വീട് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നെ ഒന്നുമേ വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അവർ ഡാൻഡ്രഫിനൊക്കെ ഉള്ള ഷാമ്പൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തരും, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ചിലവർ മിക്കുള്ളവരും പറയണ കേൾക്കാം, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവരിത് തന്നു, അത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ പിന്നെയും ഡാൻഡ്രഫ് വന്നു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് വരും, അത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഏത് രോഗം വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കുള്ളൂ. ഇപ്പോൾ പനിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പാരസെറ്റമോൾ കഴിച്ച് മാറി, കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെയും പനി വരത്തില്ലേ റാൻഡംലി ഏതെങ്കിലും ഒരു ദിവസം. അതുപോലെയൊക്കെ തന്നെയാണ് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അതിങ്ങനെ നമ്മൾ ചുറ്റും നമ്മൾ ബാക്ടീരിയയും ഫംഗസുമായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അന്നേരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും താരം പിന്നെയും വരാം. അന്നേരം എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ഒരുപാട് കണക്കിന് താരനാണെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ ഡോക്ടറിനെ പോയി കാണുക. ഇനി ഇതൊക്കെ ചെയ്തിട്ടും വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡെയിലി. ഈ താരനൊക്കെ തുടക്കക്കാരാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിനൊക്കെ താരനുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസ്ക് ഓൾട്ടർനേറ്റീവ് ദിവസങ്ങൾ, അതായത് ഇടവിട്ട ദിവസങ്ങളിൽ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ താരൻ മാറും. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ തന്നെ താരൻ ഇല്ലാണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ ഈ പാക്ക് ആ പാക്ക് എന്ന് കിടന്ന് പറയണം, അല്ലാണ്ട് പാക്ക് എന്താണെന്ന് പറയണില്ല. അപ്പം നമുക്ക് നേരെ പാക്ക് എന്താണെന്ന് കാണാം. ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൈയളവിന് മാത്രമേ ഞാൻ ഉള്ളി എടുക്കുന്നുള്ളൂ. ഉള്ളി തൊലി കളഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉള്ളിയുടെ നീരെടുക്കുന്നത്. ഈ ഉള്ളി അരിയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിലൊരു കറുത്ത കളർ പൊടിയാണല്ലോ, അത് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട്. ആ ഒരു കറുത്ത പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ്. അതോട് കൂടി എടുത്ത് തലയിൽ തേച്ച് കളയൽ, നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം ഇതുപോലെ ഉള്ളിനീര് ഈ ഒരു അളവിന് എടുത്താൽ മതി. എൻ്റെ മുടിക്ക് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് മുടി 2 സൈഡും വകുപ്പെടുത്തിട്ട് ഉടക്ക കറുത്ത് കൊടുത്തിട്ട് മുടിയിൽ ലേശം എണ്ണ പരട്ടി കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ എൻ്റെ മുടി വന്നിട്ട് ഫ്രിസി ഹെയർ ആണ്. നിങ്ങളുടേതും ഫ്രിസി ഹെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കണം. കുറച്ച് തേച്ച് കൊടുത്താൽ മതി, മുടിയിൽ ഒരു ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാക്ക് ഇടാൻ നേരം മുടിയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും, അത്രയും ഡ്രൈ ആണ് ഈ ഒരു പാക്ക്. എന്നിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ ഒരു യഥത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിൽ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിനീരെടുത്ത ശേഷം ആദ്യം ഞാൻ വകുപ്പെടുത്ത ഭാഗത്താണ് ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കുന്നത്. കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു നീരിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മുടിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം. കോട്ടൻ്റെ വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് മുടി പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വലിയ സെക്ഷൻ എടുത്തിട്ട് അതിനെ കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് പിന്നെയും തിരിച്ചതിന് ശേഷം ആണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ തലയോട്ടിയിൽ എല്ലായിടത്തും ഈ ഒരു പാക്ക് എത്തത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിൽ മാത്രം ഈ ഒരു നീരായാൽ മതി. മുടിയുടെ ലെങ്ത്തിൽ ഈ ഒരു നീരായെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. തലയോട്ടിയിലായിട്ട് ആ റൂട്ടിലൊക്കെ ഈ നീരെത്തിയിട്ടേ വല്ല കാര്യമുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ സെക്ഷൻസ് എടുത്തിട്ട് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ നീരാക്കി കൊടുക്കുന്നുണ്ട്. തലയോട്ടിയിൽ എല്ലായിടത്തും ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചെവിയുടെ പിറകിലൊക്കെ ഉറപ്പായിട്ട് ആക്കാൻ ശ്രമിക്കുക, അവിടെയൊക്കെയാണ് താരൻ കൂടുതൽ വരാൻ ചാൻസ്. എന്നിട്ട് തല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുന്നു ഓരോ സെക്ഷൻസും. മുഴുവൻ സെക്ഷൻസും ചെയ്തതിന് ശേഷം മുഴുവൻ ഹെയറും ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മുടിയിൽ അത്രയും പാക്ക് ഇരിക്കുന്ന സമയത്ത് മുടി ഭയങ്കര ഡ്രൈ ആയിരിക്കും, മുടിയിലൊന്നും തൊടാൻ പറ്റത്തില്ല, പെട്ടെന്ന് പൊട്ടിയൊക്കെ പോകും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണയും കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് 20 മിനിറ്റ് നേരം നമ്മളെ മുടിയിൽ ഈ പാക്ക് ഇട്ട് വെച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പൂ ഇട്ടൊന്നും കഴുകണ്ട. പിറ്റേ ദിവസം താളിയിട്ടെങ്ങാനും കഴുകി കളയാവുന്നതാണ്.
പ്ലെയിൻ വാട്ടറിൽ കഴുകുന്ന സമയത്ത് നമുക്ക് കണ്ടീഷണർ ഉപയോഗിച്ച് കൊടുക്കാം. അതാകുമ്പോൾ മുടിയിൽ ആ ഒരു ഉള്ളിയുടെ സ്മെല്ല് അങ്ങനെ നിൽക്കത്തില്ല. ബാക്കി വന്ന ഉള്ളി നീര് ഞാനാണെങ്കിൽ ഇങ്ങനെ പിരികത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പിരികത്തിലെ ഗ്യാപ്പും മാറും, പിരികം കൊഴിച്ചിലുണ്ടെങ്കിൽ അതും മാറി കിട്ടും. നമ്മുടെ മാസ്ക് ഇത്രയേ ഉള്ളൂ. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഈ മാസ്ക് ഇട്ടുകൊണ്ട് കൊടുത്താൽ മാത്രം പോരാ. ചുറ്റുമുള്ള സാധനങ്ങൾ, നിങ്ങളുടെ മുടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എസ്പെഷ്യലി ഈ ചീപ്പെന്ന് പറയുന്ന കുന്ത്രാണ്ടം, ഇതെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് എപ്പോഴും മുടിയിലിട്ട് ചെയ്യണോണ്ട് ഇതിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ സാധനം ഇവിടെയൊക്കെ കാണും. അപ്പോൾ അത് ഡെയിലി ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. തലയാണോറ, പിന്നെ മുടി തോർത്തുന്ന തോർത്ത്, അല്ലെങ്കിൽ തോർത്ത ഏത് ടവലാണോ അത്, അങ്ങനെ മുടിയായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എല്ലാ സാധനവും ഡെയിലി ക്ലീൻ ചെയ്തത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എന്നാലേ പെട്ടെന്ന് ഈ സാധനം പോവത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്ത് ഈ സാധനം താരൻ കംപ്ലീറ്റ്ലി കളയാണ്. പക്ഷെ നിങ്ങൾ പിറ്റേ ദിവസം പിന്നെയും ഈ താരനുള്ള തോർത്തിട്ടാണ് തല തോർത്ത് തീർന്നില്ലേ, ഒരു എഫക്റ്റും ഇല്ലാണ്ടായി പോവില്ലേ. അതാണ് പറയുന്നത്, എല്ലാം ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. കാരണം ഒരുപാട് പേര് ഡാൻഡ്രഫ് എന്ന പേരിൽ കിടന്ന് കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പിരികത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കരഞ്ഞ ഒരാളാണ്. അന്നേരം അതുകൊണ്ട് ആ ഒരു വിഷമം എനിക്കറിയാം. സോ മുടിയുടെ കാര്യത്തിൽ അത്രയും കൺസേൺഡ് ആയിട്ടുള്ള ആൾ, വോളിയം വെക്കണമെന്നുള്ള ആളുകൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെയും വീഡിയോസ് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു ഹെയർ മസാജ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പോകുന്നു. ടാറ്റാ.